പ്രതിപക്ഷത്തോടൊരു കാര്യം പറയാനുണ്ട്. ഇത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഒരു അവസരമാണ്. മാരക പ്രഹരശേഷിയുള്ള ഒന്നാണ് ഈ വിജിലൻസ് കോടതിയുടെ വിധിന്യായം. രാജൻ കേസിൽ കെ കരുണാകരൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയേണ്ടി വന്ന കേസ് ജസ്റ്റിസുമാരായ സുബ്രഹ്മണ്യം പോറ്റിയും ഖാലിദുമാണെന്ന് വിധി പറഞ്ഞത്. ആ വിധിയിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? വാദി ഉന്നയിച്ച ആരോപണത്തിന് നേരായ മറുപടിയല്ല ആഭ്യന്തരമന്ത്രിയിൽ നിന്ന് ഉണ്ടായത് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട് എന്നാണ്. ആ ഒരൊറ്റ വാചകത്തിന്റെ പേരിലാണ് കെ കരുണാകരൻ രാജിവെച്ച് പുറത്തുപോയത്. ബാർക്കോഴ കേസ് 10 കൊല്ലം മുമ്പൊക്കെ നടന്നതാ, മറന്നിരിക്കാനിടയില്ല. അന്ന് കെ എം മാണി രാജിവെക്കേണ്ടി വന്നു മന്ത്രിസഭയിൽ നിന്ന്. അത് എന്തിന്റെ പേരിലായിരുന്നു? ഇത് ഹൈക്കോടതിയിൽ വന്നപ്പോൾ ജസ്റ്റിസ് കമാൽ പാഷ അദ്ദേഹം ഒരു പരാമർശം നടത്തി. സീസറിന്റെ ഭാര്യയും സംശയങ്ങൾക്ക് അതീതയായിരിക്കണം എന്നൊരു പരാമർശം. അതിനുള്ളിൽ അദ്ദേഹം രാജിവെച്ചു. ഇപ്പോൾ എന്താണ് ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നത്? മുഖ്യമന്ത്രി ഭരണഘടനാ തത്വങ്ങൾ ലംഘിച്ചിരിക്കുന്നു എന്ന് കോടതി പറയുകയാണ്. അതിന്റെ വ്യക്തമായ തെളിവുകളും പശ്ചാത്തലവും ഈ വിധിയിൽ അക്കമിട്ട് നിരത്തിയിരിക്കുകയാണ്. അന്വേഷണത്തിന്റെ തുടക്കം മുതലേ ഇത് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ഈ കോടതിയുടെ വിധിന്യായം പരിശോധിച്ചാൽ മനസ്സിലാകും. ചെയ്യേണ്ടതൊന്നും ചെയ്തിട്ടില്ല. അത് ആ വിധിന്യായത്തിൽ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിന് വളരെ അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ട ഒരു ടൈം പീരീഡ് പോലും നിശ്ചയിക്കുന്നതിന് അന്വേഷണ സംഘം ശ്രമിച്ചിട്ടില്ല. അങ്ങനെ ഒരു അന്വേഷണം നടത്തിയിട്ട് ആരോപണ വിധേയനെതിരായിട്ട് യാതൊരു തെളിവുമില്ല എന്ന് പറഞ്ഞ് ഒരു ക്ലീൻ സർട്ടിഫിക്കറ്റ്, ക്ലീൻ ചിറ്റ് നൽകുകയാണ് അന്വേഷണ സംഘം ചെയ്തത്. അതിന്മേൽ മുഖ്യമന്ത്രിയുടെ അംഗീകാരം അദ്ദേഹം ഒപ്പിട്ട് കൊടുക്കുക. അദ്ദേഹം ചെയ്യേണ്ട കാര്യമല്ല. ഇവരെല്ലാവരും, അതാണ് കോടതി പറഞ്ഞത്, ഇത് അന്വേഷിച്ച ഓഫീസർ, വിജിലൻസ് ഡയറക്ടർ, അതുപോലെ തന്നെ സുപ്പീരിയർ അതോറിറ്റി അപ്രൂവ്ഡ് ദ റിപ്പോർട്ട്. അതാരാണ് അപ്രൂവ് ചെയ്തതെന്ന് അടുത്ത പാരയിൽ കോടതി പറയുന്നുണ്ട്. അപ്പൊ ഈ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ പൂർവ്വകാല ചരിത്രം ഓർക്കുമ്പോൾ, ഈ ഡയറക്ടർക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ ഇനി അധികാരത്തിൽ തുടരാൻ അവകാശമുണ്ടോ? സത്യം പറഞ്ഞാൽ രാജിവെച്ചു പോകേണ്ടതല്ലേ? കൃത്യമായിട്ടൊരു മുഖ്യമന്ത്രിയെ നോക്കി ഒരു കോടതി, വിജിലൻസ് കോടതി ചില കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിന് എങ്ങനെ അധികാരത്തിൽ തുടരാൻ സാധിക്കും? എം.ആർ. അജിത് കുമാറിനെ രക്ഷിക്കാൻ ശ്രമിച്ചവരുടെ കൂട്ടത്തിൽപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയനെ വിജിലൻസ് കോടതി പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുകയാണ് ഈ വിധിയിലൂടെ. അതായത് മുഖ്യമന്ത്രി ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം കൃത്യമായിട്ട് ശരിവെക്കുന്നതാണ് ഈ വിജിലൻസ് കോടതി വിധി. അല്ലാതെ ഇതൊരു താക്കീത് മാത്രമല്ല. നമുക്കതിനെ അങ്ങനെയൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റും. പക്ഷേ ഇത്, ഈ കോടതി വിധി മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ്. എം.ആർ. അജിത് കുമാറിനെ രക്ഷിക്കാൻ അദൃശ്യ ശക്തികൾ ശ്രമിച്ചു എന്ന കോടതിയുടെ ഒരു ഒറ്റ പരാമർശം മതി ഈ കേസ് എങ്ങനെ അട്ടിമറിച്ചു, അല്ലെങ്കിൽ ഈ കേസ് എങ്ങനെ ഇങ്ങനെയായി എന്ന് ബോധ്യപ്പെടാൻ. ഒറ്റ വാചകം കൊണ്ട് അത് ബോധ്യമാകും. വിജിലൻസ് ജഡ്ജി എ മനോജിന്റെ ഈ ഉത്തരവ് അല്ലെങ്കിൽ വിധിന്യായം, അതിനെ 2 ഭാഗമായി കാണണമെന്നാണ് തോന്നുന്നത്. ഒന്നാമത്തെ ഭാഗം എം.ആർ. അജിത് കുമാറിനെതിരായിട്ട് നടന്ന അന്വേഷണം. ആ അന്വേഷണം എങ്ങനെ നടന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ എം.ആർ. അജിത് കുമാറിന് വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകുകയാണ്, അല്ലെങ്കിൽ ആരോപണ വിമുക്തനാവുകയാണ്. അനധികൃത സ്വത്ത് സമ്പാദനമാണ് കേസ്. അപ്പൊ ഈ ക്ലീൻ ചിറ്റ് നൽകുന്നതിലൂടെ അദ്ദേഹം അനധികൃതമായിട്ട് സ്വത്തൊന്നും സമ്പാദിച്ചിട്ടില്ല എന്ന് വിജിലൻസ് കണ്ടെത്തുന്നു എന്നാണല്ലോ അതിന്റെ അർത്ഥം. അത് ഒരു ഭാഗം. ആ ഭാഗത്ത് വളരെ വിശദമായിട്ട് ഈ കേസ് അന്വേഷണം വിജിലൻസ് മാനുവലിന് അനുരൂപമായിരുന്നില്ല എന്ന് വളരെ കൃത്യമായിട്ട് ആ ഭാഗത്ത് പറയുന്നുണ്ട്. ഒരു ADGP-ക്കെതിരായിട്ട് അന്വേഷണം നടത്തിയതാരാ? ഒരു DYSP. മേലുദ്യോഗസ്ഥനെതിരെ കീഴുദ്യോഗസ്ഥൻ അന്വേഷണം നടത്തിയ അങ്ങനെ ഇരിക്കും? നിയമങ്ങളിൽ പറയുന്നത് ഒന്നുകിൽ തത്തുല്യ റാങ്കിലുള്ളവരാണ്, അല്ലെങ്കിൽ അതിന് മുകളിലുള്ളവരാണ്, അവരാണ് അന്വേഷണം നടത്തേണ്ടത്. ഇവിടെ ഒരു DYSP ADGP-ക്കെതിരെ അന്വേഷണം നടത്തുന്നു. പിന്നീട് അതിന്റെ പ്രൊസീഡിയർ, അതുപോലെ വീഴ്ചകൾ, അത് അക്കമിട്ട് കോടതി വിവരിക്കുന്നുണ്ട്. ഒരു ചെക്ക് പീരീഡ് പോലും നിശ്ചയിക്കാതെയാണ് അന്വേഷണം നടത്തിയത്. ഇതുപോലെയുള്ള സ്വത്ത് സമ്പാദന കേസിന്റെയൊക്കെ അന്വേഷണം നടത്തുമ്പോൾ വളരെ പ്രാഥമികമായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് ഒരു ചെക്ക് പീരീഡ് നിശ്ചയിക്കുക എന്നുള്ളത്. ഏത് കാലം മുതൽ ഏത് കാലം വരെയുള്ള വരുമാനവും ചെലവും ഒക്കെയാണ് കണക്കിലെടുക്കേണ്ടത്. അങ്ങനെ ഒരു പീരീഡ് പോലും നിശ്ചയിച്ചിട്ടില്ല. അങ്ങനെയാണ് അന്വേഷണം നടന്നത്. ആ അന്വേഷണത്തിന്റെ ഫലമായിട്ടാണ് എം.ആർ. അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകുന്നത്. അതൊരു ഭാഗം. രണ്ടാമത്തെ ഭാഗം, ഇതിലെ രാഷ്ട്രീയ ഇടപെടൽ. ആ ഇടപെടൽ നടത്തിയത് മുഖ്യമന്ത്രി അടക്കമുള്ളവർ, അദൃശ്യകരങ്ങൾ. മുഖ്യമന്ത്രിയുടെ ഇടപെടൽ
ഈ വിധിന്യായത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുമുണ്ട്. ചെയ്യേണ്ടതൊന്നും ചെയ്തില്ല, ചെയ്യരുതാത്തതെല്ലാം ചെയ്യുകയും ചെയ്തു എന്നാണ് കോടതി വിധിയുടെ 104-ാമത്തെ പാരയിൽ പറയുന്നത്. കുറ്റാരോപിതനായി നിൽക്കുന്ന ആളിനെ രക്ഷിക്കാൻ, അതായത് MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതിന് എല്ലാ നിയമവ്യവസ്ഥകളെയും ബന്ധപ്പെട്ട ആളുകൾ ചവിട്ടിത്തേക്കുകയാണ് ചെയ്തതെന്ന് വിജിലൻസ് കോടതി നിരീക്ഷിക്കുന്നുണ്ട്. മാർച്ച് 12-നാണ് വിജിലൻസ് ഡയറക്ടർ ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്നത്. അത് കുറച്ചു കാലം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അങ്ങനെ ഇരുന്നു, അതിന്മേൽ നടപടിയൊന്നും എടുത്തില്ല. അതിനുശേഷം മാർച്ച് 25-ന് കോടതിയിൽ സമർപ്പിക്കുന്നു. അത്ര ഒരു കാലതാമസം ഉണ്ടായി. ഇത് കോടതിയിൽ സമർപ്പിക്കുമ്പോൾ വിജിലൻസ് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, അന്വേഷണത്തിന് കൂടുതൽ ദിവസങ്ങൾ, 45 ദിവസമോ മറ്റോ ആണ് പറഞ്ഞത്, അത് വേണമെന്നാണ് പറഞ്ഞത്. അത് എന്തിനായിരുന്നുവെന്ന് വളരെ വ്യക്തമാണ്. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിധി വരുന്നതിന് മുമ്പ് MR അജിത് കുമാറിന്റെ പ്രൊമോഷൻ സംബന്ധിച്ച നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനായിരുന്നു എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാണ്. പറഞ്ഞല്ലോ, മാർച്ച് 12-നാണ് ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചതെന്ന്. പക്ഷേ മുഖ്യമന്ത്രിക്ക് ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ പാടുള്ളതല്ല. മുഖ്യമന്ത്രിക്ക് ഇതിലെ ഇടപെടാൻ പാടില്ല. അതാണ് കൃത്യമായ ചട്ടം അല്ലെങ്കിൽ നിയമം. ഒരു കാരണവശാലും അന്വേഷണം നടക്കുമ്പോഴാവട്ടെ, അന്വേഷണത്തിന് ശേഷമാവട്ടെ, മറ്റുള്ളവരാരും ഇക്കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ല. പ്രമാദമായ ഐസ്ക്രീം കേസിൽ അന്ന് വിൻസൻ പോളാണ് അന്വേഷിച്ചത്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന VS അദ്ദേഹത്തിന് കുഞ്ഞാലിക്കുട്ടിയെ കുറെ കാലമെങ്കിലും ഒരു ജയിലിലാക്കണമെന്ന് മോഹം ഉണ്ടായിരുന്നു. അതിനുള്ള പ്രൊവിഷൻ ഇല്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം ഈ കേസ് ഡയറി അദ്ദേഹത്തിന് കാണണം, അദ്ദേഹത്തിന് വായിക്കണം, അത് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. പക്ഷെ വിൻസൻ പോൾ കൊടുത്തില്ല, കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് നിയമം. പക്ഷെ ഇവിടെ എന്തിനാണ് ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ അംഗീകാരത്തിന് അയക്കുന്നത്? അതിന്മേൽ നോട്ട് എഴുതുകയാണ്, ഈ തീരുമാനത്തിന് മുഖ്യമന്ത്രിയുടെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ട്. അത് ചെയ്യാൻ പാടില്ലാത്തതാണ്, ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷെ ചെയ്തു, അത് തന്നെ തെറ്റാണ്. ഒന്നും ചെയ്യാനും പ്രവർത്തിക്കാനും ഒരു പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനും, അത് മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും, അവകാശമില്ല എന്നാണ് ഈ വിധിന്യായത്തിൽ പറയുന്നത്. പക്ഷെ മറിച്ചാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്.